വളരെ അർജന്റ് നമ്മൾ നാട് വരെ പോവാ. തിരക്കിട്ട് പോയതിന്റെ ഉദ്ദേശം വേറൊന്നും പടത്തിന് പോയി കഴിഞ്ഞിട്ടാണ് സീറ്റ് തന്നെ ബുക്ക് ചെയ്യുക. പാലക്കാട് നിന്ന് മലപ്പുറം വരെ പടം കാണാൻ പോണ ഞങ്ങളെ കഴപ്പങ്ങൾ ആലോചിച്ചു. പെണ്ണുങ്ങൾ മാത്രമല്ല ആരും അറിയാം. സൈറ്റത്തെ പണിയും കഴിഞ്ഞ് റൂമിലൂടെ പോവാതെ നേരെ ഇറങ്ങി പാഞ്ഞത്. ഒരു ചായ കുടിച്ചിട്ടാവും ബാക്കി പറഞ്ഞു. പിന്നെയാണ് ഓർമ്മ നിന്ന് മൗസിൽ ഓഫർ എടുക്കുന്ന ദിവസം എന്താ ചെയ്യാ കഴിച്ചോയില്ല. പിന്നെ അവിടെ ഒടുക്കാത്ത തിരക്കാരല്ല അടുത്ത പ്രാവശ്യം പണിയോടുള്ള ആത്മാർത്ഥത. രാത്രിയായിട്ടും ദാനിഷിന്റെയും പ്രവീണിന്റെയും പണി കഴിഞ്ഞു. പ്രവീണും പോരിന്റെ പടം അപ്പൊ ഓന്റെ കൂടെ കയറാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് നിന്ന് വണ്ടി കയറി നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ദാനിഷിന് രാവിലെ എറണാകുളത്ത് പോകാനുള്ളതിനോട് ഓൻ പോരില്ല. ഇന്ന് ഫസ്റ്റ് ഡേ എന്നോട് സീറ്റ് ഇട്ടില്ല എന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഗോട്ട് സം സീറ്റ്. മുന്നിലാണ്. പക്ഷെ എന്നാലും എന്താ കണ്ട പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു പറയേണ്ട ഒരു ലോജിക്കും ഇല്ല. ഫുൾ മാഡ്നസ് ആണ്. അതുപോലെ തന്നെ ഇന്റർവെലൊക്കെ ആയപ്പോ നോക്കുമ്പോണ്ട് പ്രവീൺ കിടന്നോർക്കും. അപ്പൊ തന്നെ കാര്യങ്ങൾക്ക് കത്തി കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു സംഭവം ഉണ്ട്. പേഴ്സണലി അതിക്ക് കിട്ടിയില്ല. എനിക്ക് എന്താ വിചാരിച്ചു ചിലവർക്ക് കത്തും ചിലവർക്ക് കത്തൂല. അങ്ങനത്തെ രീതിയിലാണ് പടം. നിങ്ങൾക്ക് കത്തിയോ? എന്തായാലും എനിക്ക് കത്തി. ഇതോടെ ഒരു കാര്യം മനസ്സിലായി. ട്രെയിലറും ടീസറും കൊണ്ട് ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരു പടം കാണാൻ പോകും. എന്തായാലും പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഞാൻ ഈ പാലക്കാടിക്കനെ വിട്ടാലും തിരിച്ച് പാലക്കാട് എത്തിയപ്പോഴേക്കും നേരം വിളിക്കും. അപ്പൊ വീണ്ടും സന്ധിക്ക് പറയും. എല്ലാവർക്കും വണക്കം.